നമ്മൾ ഹരിദ്വാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു. രഘുവൻഷി ഗുജറാത്തി ഭോജനാലി. നമ്മൾ മാപ്പൊക്കെ കണ്ടുപിടിച്ചാൽ നല്ല ഒരു 4.4 റേറ്റിംഗ്. ഇവിടെ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് റെസ്റ്റോറന്റ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ചാർജർ. ഇവിടെ എന്തൊക്കെയോ വെറൈറ്റി ഫുഡുകളുണ്ട്. എല്ലാം ഗുജറാത്തി ഫുഡുകളാണെന്നാണ് ഇവർ പറഞ്ഞത്. ഗുജറാത്തി ഭോജനാലയാണിത്. കാലി പോലൊക്കെ എന്തോ സാധനമൊക്കെ വേണ്ട. ഇവരൊക്കെ എന്തൊക്കെയോ കഴിക്കണ്ട. ചപ്പാത്തി, എന്തോ കുറെ സബ്ജി, എന്തൊക്കെയോ ഫുഡുകളുണ്ട്. നമ്മളെന്തെങ്കിലും കഴിക്കട്ടെ. 120 രൂപയ്ക്കാണ് നമുക്ക് അൺലിമിറ്റഡ് താലി കിട്ടുന്ന ഇവിടുന്ന് പറഞ്ഞത്. അതിന്റെ സന്തോഷത്തിലാണ് വിവേക് 120 രൂപയ്ക്ക് ഇഷ്ടം പോലെ തിന്നാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. 120 രൂപയുടെ അൺലിമിറ്റഡ് താലിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കുറെ കറി എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. ബിണ്ടി, പരിപ്പ്. ഇത് ബിണ്ടി മുഴുവനും തിന്നു കേട്ടോ. കജ്മ, കിഴങ്ങ്, ചപ്പാത്തി, പൂരി, പിന്നെന്താ എന്തൊക്കെയാ കുറെ സാലഡ്സ്. പിന്നെ ഇത് ഒരു മോര്, ലസ്സി. എന്നാ ലസ്സി, പപ്പടം, പാപ്പഡ്. വേണ്ട എല്ലാ സാധനവും ഉണ്ട്. 120 രൂപയ്ക്ക് സെറ്റപ്പ് തന്നെ. വൻ ലാഭം. മുളക് ബജി, സേമിയ, പിന്നെ ഈന്തപ്പഴത്തിന്റെ അച്ചാറ്, വേറെന്തൊക്കെയോ അച്ചാറ് എന്തൊക്കെയുണ്ട്. ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മള് എല്ലാവരോടും ധന്യവാദമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. എന്ത് ആരുടെ കെട്ട്? നിന്റെ കെട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡെറാഡൂൺ. നമ്മൾ ഹരിദ്വാറിന്റെ തെരുവ് വേദികളിലൂടെ അലഞ്ഞു നടക്കുകയാണ്. അതെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. നമ്മളിപ്പോ ഡെറാഡൂണിലേക്ക് പോകാൻ വേണ്ടിയാണ്. അറിയുന്ന പറഞ്ഞ പോലെ ഫുള്ള് പതാകകളാണ്. ഇവിടെ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. ഓഡിയൻസ് ഇവന്റെ അനിയനും അനിയത്തി നമ്മളെ പോലെ ഈ പറയുന്നൊന്നും കേൾക്കൂല. ഇതാ ഇവിടെ അയ്യപ്പ ടെമ്പിളിൽ നമ്മളെ ശബരിമല കൊണ്ടിറക്കി വിട്ടാ. നമ്മള് ശബരിമലയിൽ നടന്നാണ് നമ്മള് ഹരിദ്വാറിലെ അയ്യപ്പ ടെമ്പിളിലെത്തി. അപ്പൊ നമ്മൾ വന്ന വഴിക്കല്ല ബസ് സ്റ്റാൻഡ്, അതിന്റെ ഓപ്പോസിറ്റ് വഴിക്കാണ്. നമ്മൾ വീണ്ടും തിരിച്ചടക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ ഹോണടി എന്ന് വെച്ചാൽ ഹോണടിയോട് ഹോണടി. ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ മുന്നേ ഇവിടെ ഹോൺ അടിക്കാനാണ് പഠിപ്പിക്കാൻ തോന്നുന്നു. കണ്ടോ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്. ഇതെന്താ കരിക്ക്, കുറെ സാധനമുണ്ട്. എന്നാ നടക്കാത്തെ? നിറച്ച് ഓട്ടമാണ്. ഇഷ്ടംപോലെ ഓട്ടമുണ്ട്. ഓട്ടമാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷനുള്ള മാർഗം തോന്നുന്നു. വഴിയിലെല്ലാം ഓട്ടമാണ്. റോഡിലാണെങ്കിൽ വീതിയില്ല. വണ്ടിയെല്ലാം ഓണടി. പക്ഷെ ആരെയും തട്ടി വീഴ്ത്തുന്നില്ല കേട്ടോ. അല്ലേ ഇത്ര തിരക്കായിട്ട് ഒരു ആക്സിഡന്റ് ഇല്ല. അതെ, അതാണ് ആ ഒരു എന്തായാലും പറയാ. അതെ, ആ കയോസിലുള്ള കോർഡിനേഷൻ. അതാണ്. നമ്മള് ബസ്സേ കയറി, ഡെറാഡൂണുള്ള ബസ്സേ കയറി. CA ശിവയിലെ കണ്ട CA ശിവയില് മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയാണ്. നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജൻ മാത്രം ശ്വസിക്കാൻ വേണ്ടി. ബാഗ് മണ്ടക്കിരിപ്പുണ്ട്. ഇതല്ലേ? എനിക്കറിയാം. അപ്പൊ നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോവാണ്. ഹരിദ്വാറിൽ നിന്നും ഡെറാഡൂണിലേക്കുള്ള യാത്ര. കണ്ടോ വണ്ടി നിറച്ച ആളാണ് കേട്ടോ. റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കും തോന്നുന്നു. അതെ, എടുക്കണ്ട്. ഇവിടെ യാതൊരു കൺട്രോളും ഇല്ല. ആളുകളുടെ ഇഷ്ടത്തോടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. പോകുന്ന ഭയങ്കര റിസ്ക് ആണ്.
നമ്മുടെ ലൈനിൽ വണ്ടിയാണ്, നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടിയാണ്. ശരിക്കും അവിടെ ഇങ്ങോട്ട് വണ്ടി വരുന്ന വഴിയാണ്, അവിടെയും വണ്ടിയാണ്. ആ ബസ്സൊക്കെ അപ്പുറത്തോടെ ലൈനിൽ കൂടെ ഒക്കെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വഴിയുണ്ടോ അതുവഴി വണ്ടി കയറ്റിക്കൊണ്ട് പോവാ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏതുവഴി വണ്ടി പോയാലും ആളൊക്കെ കുത്തി കയറ്റിയാ കൊണ്ടുപോണേ. ഏതോ നദികളൊക്കെ കടന്ന് നമ്മൾ പോവാണ്. ഹരിദ്വാറിൽ വല്ല ഗംഗ വല്ലോ ആണോ? ഒരു ചെറിയ തോടാൻ തോന്നുന്നു. ഗംഗ അല്ല, ഇത് ഗംഗയിലേക്ക് ചേരുന്ന തോടാൻ തോന്നുന്നു. ഇവിടെ സീനിയർ സിറ്റിസൺ ഫ്രീ ആണേ. അപ്പൂപ്പനെ ഇപ്പം ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടി. അപ്പൊ അപ്പൂപ്പന്റെ മോനുണ്ടേ, കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ അപ്പൂപ്പൻ മോനാന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ച് വണ്ടിയെ കയറ്റി. പുള്ളിക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാണെങ്കിൽ 19 വയസ്സുണ്ട്. ആദ്യം ഞാൻ 2 ബാങ്ക് കൊണ്ട് പോകുന്നത് പോണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഡെറാഡൂൺ വന്നിറങ്ങി. നമ്മൾ കുറെ ഓട്ടോക്കാരോട് ഒത്തിരി സംസാരിച്ച് അവസാനം നമുക്ക് 200 രൂപയ്ക്ക് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കൊണ്ടുവിടാമെന്ന് ഇവിടുത്തെ അപ്പൂപ്പൻ പറഞ്ഞു. അങ്ങനെ നമ്മള് 200 രൂപയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ 7 പേർക്ക് ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുകയാണ്. ഇവിടുന്ന് 6-7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പോലും ഇല്ല, നമ്മൾ ഓട്ടോ അടിച്ച് പോകണം. അത് നമ്മക്കേ ലാഭമുള്ളൂ. ലോക്കലിന് അയാള് പറഞ്ഞതാ 12 രൂപയ്ക്ക് കൊണ്ടുവരുന്ന വണ്ടികളാണ്. ആൾമ 12 രൂപയ്ക്ക് കൊണ്ടുവന്ന വണ്ടികളാണ്. അങ്ങനെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് താമസിക്കേണ്ട, നമ്മൾ ആക്ച്വലി ഒരു പാരഡൈസ് ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആര് ബുക്ക് ചെയ്തു? ഞാനങ്ങ് ബുക്ക് ചെയ്തു. അല്ല, നമ്മുടെ കൂട്ടത്തിൽ 2 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അവിടെ പോകണം. ഇവിടുന്ന് വണ്ടിക്ക് പോയാൽ 2.9 കിലോമീറ്റേഴ്സ്, നടന്നു പോകാൻ 1.7 കിലോമീറ്റേഴ്സ്. അതിന് നമ്മളുടെ 200 രൂപ പറഞ്ഞു നമ്മൾ 7 പേരെ കൂടെ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ അത് ബഹിഷ്കരിച്ചിട്ട് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മള് 1.7 കിലോമീറ്റേഴ്സ് നടന്ന് പാരഡൈസ് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂസി ഗൈസ് എല്ലാരും വരുന്നുണ്ട്. നമ്മള് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാരഡൈസ് ഹോം സ്റ്റേയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് കുറച്ചധികം സംസാരങ്ങൾക്ക് ശേഷം നമുക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സൂപ്പർ ഡീലക്സ് റൂം. നമ്മൾ 3 പേരുണ്ട്. പിന്നെ ഒരു ഡീലക്സ് റൂം ഉണ്ട്. ഡീലക്സ് റൂം 2 പേര് വെച്ച്, സൂപ്പർ ഡീലക്സ് റൂം 3 പേര് വെച്ച്. അങ്ങനെ നമുക്ക് 7 പേർക്കും റൂം കിട്ടിയത്. ഇതാണ് നമ്മുടെ റൂമിന്റെ ഓണർ. ഇവിടെ നമുക്ക് കെറ്റിലൊക്കെ കൊണ്ട് തരാണ്. പുള്ളി കെറ്റൊക്കെ കൊണ്ട് തന്നു, ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് തന്നു, എല്ലാം കിടക്കാനൊക്കെ സെറ്റാക്കി തന്നു. ഇനി നമുക്ക് റൂം ഉപയോഗിക്കാം.